ഹലോ ഗൈസ്, എല്ലാ കൂട്ടർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പം ഞാൻ വന്നിരിക്കുന്ന പറയുമ്പോൾ നമ്മുടെ സ്വന്തം മൈൻക്രാഫ്റ്റുമായിട്ടാണ് ഗൈസ്. പിന്നെ ഗൈസ്, നിങ്ങൾ തമ്പലിനും ടൈറ്റിലും കണ്ട പോലെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി ചലഞ്ചാണ്. അപ്പോൾ കേരളത്തിൽ ഇതുവരെ ആരും ചെയ്യാത്തൊരു ചലഞ്ചായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മൈൻക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ റമദാൻ ഗൈസ്. യെസ് ഗൈസ്, അതായത് നമ്മൾ നോമ്പെടുക്കാൻ പോവുകയാണ് ഗൈസ്. നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ നോമ്പെടുക്കാൻ പോവുകയാണ്. ലുക്ക് നോക്കിയോ ഗൈസ്, നമ്മളൊരു തൊപ്പിയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് എന്നപ്പോൾ നിങ്ങൾ പറയുക. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഗൈസ്, നമുക്കിതിൽ ഫുഡ് കഴിക്കാൻ പറ്റില്ല, അതുപോലെ വെള്ളം കുടിക്കാനും പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് അതൊക്കെ അറിയാലോ, നോമ്പാകുമ്പോൾ അതൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ ഗൈസ്, നമുക്കിതിൽ ആരെയും കൊല്ലാൻ പാടില്ല. പിന്നെ അതേപോലെ നമ്മൾ ഈ മരങ്ങളൊന്നും നശിപ്പിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ പിന്നെ എന്ത് തേങ്ങയാണ് കാട്ടിക്കൊണ്ടിരിക്കണത്, ഈ മരം വെട്ടല്ലേ നീ ചെയ്യണത് ഗൈസ്. അപ്പം ഞാൻ ഇന്നല്ല നോമ്പെടുക്കാൻ പോകുന്നത്, അതായത് ഇന്ന് രാത്രി കഴിഞ്ഞ് പുലർച്ചെ വരാകുമ്പോഴാണ് നമ്മൾ നോമ്പെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഗൈസ്, നിങ്ങൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ഡോക്ടറിനെ പോയി കാണിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ അത്യാവശ്യത്തിനുള്ള വുഡായിട്ടുണ്ട്. നമുക്കതൊന്ന് പോയിട്ട് പ്ലാങ്ക് ആക്കാം. നമുക്ക് ഫുള്ളും പ്ലാങ്ക് ആക്കാം. അത് കഴിഞ്ഞിട്ടൊരു ക്രാഫ്റ്റിംഗ് ടേബിളും ഉണ്ടാക്കാം. പിന്നെ ഒരു കുറച്ച് സ്റ്റിക്കും നമുക്ക് ഉണ്ടാക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് വീറ്റ് കളക്ട് ചെയ്യണം. സോറി ഗൈസ്, സീഡ് കളക്ട് ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും നാളേക്ക് തിന്നാനുള്ളതില്ല ഗൈസ്. നാളേക്കല്ല, രാവിലേക്ക് തിന്നാനുള്ളതില്ല പുലർച്ചെ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ എടുക്കണം. അപ്പോൾ ഇപ്പം എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കാൻ ഇനിയിപ്പോൾ ഒന്നും പറ്റില്ല. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പം തൊട്ട് തന്നെ ഇനി ഒന്നിനെയും കൊല്ലുന്നില്ല വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആകെ ഇനി തിന്നാനുള്ള വഴി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രെഡാണ്. അപ്പോൾ ബ്രെഡ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇതൊക്കെ കൊണ്ട് നട്ടിട്ട് നടക്കുമെന്നറിയില്ല. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വീറ്റ് കളക്ട് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വീറ്റ് കളക്ട് ചെയ്തതിന് ശേഷം ഇനി കാണാം. അല്ലെങ്കിൽ ഓവർ ലെങ്ത് ആവും, നിങ്ങൾക്ക് പിന്നെ ഭയങ്കര ബോറിംഗ് ആയിരിക്കും ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം നോക്കണേ, ക്രീപ്പർ തൊട്ട് പുറകിൽ വന്നിട്ടാണ് പൊട്ടിയത് ഗൈസ്. ഭാഗ്യം കൊണ്ട് ഹെൽത്ത് പോയില്ല പറഞ്ഞാൽ മതി ഗൈസ്. ഹെൽത്ത് പോയില്ലെങ്കിൽ തിന്നാനായിട്ടൊരു തുള്ളി പോലും ഫുഡില്ല ഗൈസ് നമ്മുടെ കയ്യിൽ ഗൈസ്. എന്തായാലും ഞാൻ പോയിട്ട് കുറച്ചും കൂടി പുല്ല് പറിക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ അത്യാവശ്യത്തിന് വേണ്ട സീഡൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു വീട് പണിയാം. അപ്പോൾ ഇന്നത്തേക്ക് ഒറ്റൊരു ദിവസത്തേക്കായതുകൊണ്ട് നമുക്ക് പ്ലാൻ കൊണ്ടൊരു ചെറിയ വീട് പണിയാം. കാരണം ഗൈസ്, അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ്, അതുകൊണ്ടാണ്. പിന്നെ ഗൈസ്, അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആകെ ഈ ഫുഡും വാട്ടറും നിർത്തിയത് മാത്രമാണ് അപ്പോൾ ആകെ ഈ ചലഞ്ചിലുള്ളൂ എന്ന്. അത് മാത്രമല്ല ഗൈസ്, അപ്പം നമ്മളൊരു 10 പുണ്യപ്രവർത്തിയും കൂടി ഉദ്ദേശിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ വലിയ സംഭവമൊന്നുമല്ല. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 പേർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുക, അതായത് ഒരു 5 ആനിമൽസിനെ ഹെൽപ്പ് ചെയ്യുക. അതേപോലെ നമ്മളൊരു 5 ചെടി നടുക ഗൈസ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ചെയ്യുകയാണെങ്കിൽ വൈകുന്നേരത്തിനുള്ളിൽ അത് ചെയ്യണം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ക്രാഫ്റ്റ് ടേബിൾ വെച്ചിട്ട് ആദ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ആദ്യം സോഡ ഉണ്ടാക്കാം. സോറി ഗൈസ്, നമുക്ക് സോഡയുടെ ആവശ്യമില്ല. ഇതിൽ വേറെ കുറച്ച് ആവശ്യത്തിനുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് കൃഷിക്ക് ആവശ്യമുള്ള സാധനങ്ങളും അതേപോലെ കുറച്ച് ഡോറ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി കുറച്ച് കൃഷിയുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നമുക്കിനി രാവിലെ ആകുമ്പോഴത്തേന് എന്തെങ്കിലും തിന്നാൻ വേണ്ട ഗൈസ്. ഇപ്പം തന്നെ എൻ്റെ 2 ഹെൽത്ത് ബാർ പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി ഇങ്ങനെ കുറഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് രാവിലെ ആവുന്നതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും വേണം. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇത് നട്ട് പിടിപ്പിക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ചെടിയും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ നോക്കിയപ്പോഴാണ് നമ്മുടെ വീട് പണി കഴിഞ്ഞിട്ടില്ല ഗൈസ്. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത് ഗൈസ്, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ലാസ്റ്റത്തെ, അതായത് നമ്മുടെ ബിഗിനേഴ്സിൻ്റെ ഐഡിയ ഗൈസ്. അതായത് നമ്മൾ ഡേർട്ട് വെച്ചിട്ടൊരു വീടുണ്ടാക്കുക ഗൈസ്. ബാക്കി കാരണം ഗൈസ്, ഞാനിതുപോലെ ആദ്യ സമയത്ത് ഈ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെയാണ് ഗൈസ് ചെയ്യേണ്ടായിരുന്നത്. അപ്പം നിങ്ങൾ എത്ര പേര് ഇതുപോലെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക. ഞാനിത് ബാക്കി ഇതാക്കിയതിന് ശേഷം എനിക്ക് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളൊരു ചെറിയ തട്ടിക്കൂട്ട് വീട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷെ എന്താ ഇപ്പോൾ പ്രശ്നം എന്ന് പറയാൻ ഗൈസ്, ഇനി വല്ല സോംബിയോ ക്രീപ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമ്മൾ പെടും ഗൈസ്. കാരണം ഒരു കട്ട എങ്ങാനും ഹെൽത്ത് എങ്ങാനും കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാനൊരു വഴിയില്ല ഗൈസ്. പിന്നെ നമ്മുടെ ഹങ്കർ കുറഞ്ഞ് വരികയാണ്. അപ്പോൾ അതും കൂടി കുറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. അതുപോലെ നമുക്കിതിൽ നമ്മുടെ സോംബീസിനോ ക്രീപ്പേഴ്സിനോ ആരെ അറ്റാക്ക് ചെയ്യാനും പറ്റില്ല ഗൈസ്. കാരണം നമ്മൾ ഇതിൽ ആരെയും കൊല്ലില്ല ഗൈസ്. അതുകൊണ്ടാണ്
ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ രാവിലെ ആയി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ നോമ്പ് സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് പുറത്തേക്ക് മെല്ലെ ഇറങ്ങണം. കുറച്ച് നേരം കൂടി കഴിയട്ടെ വിചാരിച്ചിട്ട് ഞാൻ നിൽക്കണത്. കാരണം പുറത്തേക്ക് സോംബീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ചത്തോടങ്ങട്ടെ വിചാരിച്ചിട്ടാണ്. നോക്കിയൊക്കെ ഇവിടെ എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇവിടെ ഒന്നും കാണാനില്ല ഗൈസ്. നമുക്ക് എന്തായാലും നോക്കുമ്പോൾ ഗൈസ് ഒരു മുട്ട എടുക്കേണ്ടത് ജസ്റ്റ് എടുക്കാം ഗൈസ്. അപ്പോൾ മുട്ട കൊണ്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ എന്തൊക്കെ അതിന് വേണം ഗൈസ്. സാധനങ്ങൾ അത്യാവശ്യം വേണ്ടി വരും ഗൈസ്. അപ്പോൾ എനിക്ക് അവിടെ നിന്നൊരു മറ്റേ ഷുഗർ കെയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും ഇതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ കേക്ക് ഉണ്ടാക്കിയിട്ട് നടക്കില്ല, വീറ്റും മിൽക്കൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ പെട്ടെന്നാണ് ഒരു കാര്യം ഓർത്തത്. ഫസ്റ്റ് തന്നെ നമ്മുടെ ഹങ്കർ നോക്കുകയാണെങ്കിൽ 4 കട്ട കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് പോരാണ്ട് ഗൈസ്, നമുക്കിനി 5 മൃഗങ്ങളെ ഹെൽപ്പും ചെയ്യണം, അതുപോലെ മരവും നടണം ഗൈസ്. അപ്പം ഞാനിവിടെ എന്തായാലും 5 ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും 5 ട്രീ നടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ 2, 3, 4 ഓക്കെ ഗൈസ്. അപ്പോൾ ഒരെണ്ണം കൂടി നടണം. ഓക്കെ 5 ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ 5 നട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ഒരു 5 മൃഗങ്ങളെ സഹായിക്കൽ പറഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലും എടുക്കാമല്ലോ ഗൈസ്. അപ്പോൾ നമുക്ക് ഫുഡ് കൊടുത്ത് സഹായിക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴാണ് ഒരു പ്രശ്നം ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ആടിനും പശുവിനും കൊടുക്കണമെങ്കിൽ വീറ്റ് വേണം. അപ്പോൾ നമ്മുടെ വീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സീഡ് എടുത്തിട്ട് നമ്മുടെ കോഴിക്ക് കൊടുക്കാമെന്നാണ്. അപ്പോൾ ഇപ്പോൾ ഒരു സീഡ് ഉണ്ട്, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു കോഴിക്ക് കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു കോഴിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇനി 4 കോഴികൾക്ക് ഇനിയും കൊടുക്കണം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളതിനൊക്കെ സഹായിക്കണം. ഓക്കെ ഗൈസ്, അപ്പം നോക്കണെങ്കിൽ ഗൈസ്, അപ്പോൾ നമ്മൾ നേരത്തെ നട്ട മരല്ലേ ഗൈസ് ഈ വലുതായി നിൽക്കണേ, എൻ്റെ മോനെ ഗൈസ്. അപ്പോൾ നമുക്ക് അത് എന്തായാലും നശിപ്പിക്കാൻ പറ്റില്ല. ഓക്കെ ഗൈസ്, അവിടെ ഒരു കോഴി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവറ്റങ്ങളെയൊക്കെ ഒന്ന് സഹായിക്കണം. പിന്നെ അവിടെ കോഴി ഉണ്ട്, നമുക്ക് ഒന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ഒന്നും കോഴിയൊന്നും കാണാനില്ല. പിന്നെ അപ്പുറത്ത് കേവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് പങ്ങളൊന്നും പോകേണ്ട ആവശ്യമില്ല ഗൈസ്. അപ്പോൾ ഞാൻ കുറച്ച് സീഡ് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കോഴിക്കും കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി 2, 3 കോഴി കൂടി ഗൈസ്. അപ്പോൾ അടുത്ത ഒരെണ്ണത്തിന് കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി 2 കോഴികൾക്കും കൂടി കൊടുത്താൽ മതി ഗൈസ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടോ നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇതൊന്നും കാണാനില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യും ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ബ്രീഡ് ചെയ്യിപ്പിച്ച ആ കോഴിയുടെ കുട്ടി ഉണ്ടാവും ഗൈസ്, നമുക്ക് അതിന് കൊടുക്കാം. എവിടെ ഗൈസ് ഇവിടെ ഒന്നും കാണുന്നില്ല. ഓക്കെ ഗൈസ്, ഒരു കോഴിയും കൂടി കണ്ടിട്ടുണ്ട്, അതിന് കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ആ കോഴി കുട്ടി വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ആ കുട്ടിക്കും കൂടി കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫൈനലി 5 പേർക്ക് കൊടുത്തിരിക്കുകയാണ് ഫുഡ്. അപ്പോൾ നമ്മുടെ ചലഞ്ച് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗൈസ് നമ്മുടെ ഹങ്കർ ബാർ നോക്കുകയാണെങ്കിൽ ഗൈസ് 3 എണ്ണം കൂടി ഉള്ളൂ. അപ്പോൾ നമുക്കിനി വൈകുന്നേരം വരെ പിടിച്ച് നിൽക്കണം ഗൈസ്. അപ്പോൾ അതാണ് ഇനിയുള്ള ചലഞ്ച് ഗൈസ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ കുറച്ച് കോഴികളെ കൊണ്ടുവരുന്നുണ്ട് ഗൈസ്. കാരണം നമുക്ക് സന്ധ്യ ആയിക്കഴിഞ്ഞാൽ നോമ്പ് മുറിക്കേണ്ട ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇവറ്റങ്ങളെ അങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇപ്പം നോക്കുകയാണെങ്കിൽ അങ്ങോട്ട് നൈറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ കോഴിക്കുട്ടന്മാരെ അങ്ങോട്ട് കൊല്ലാം ഗൈസ്. അപ്പോൾ നമ്മുടെ നോമ്പ് കഴിയാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവരെ അറക്കാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇവരെ കൊന്നിട്ട് നമുക്ക് ഇവരുടെ ചിക്കൻ വെച്ചിട്ട് തന്നെ നമുക്ക് അങ്ങോട്ട് നോമ്പ് മുറിക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഈ ചിക്കനിൽ നിന്ന് അങ്ങോട്ട് നോമ്പ് മുറിക്കാം. ഓക്കെ, അപ്പോൾ ഒരു ചിക്കൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ചിക്കനും കൂടി തിന്നാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ നോമ്പ് മുറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചലഞ്ചും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ 2 കുഞ്ഞുങ്ങളെ കൊല്ലുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ പിന്നെ അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ചലഞ്ച് ഇഷ്ടമായില്ലെന്ന് താഴത്ത് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും.